ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ, അവൻ എന്തോ പ്രതിസന്ധിയിലാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ അവന്റെ അമ്മയാ. 10 മാസം എന്റെ ഉള്ളിൽ കിടന്ന കുഞ്ഞവൻ. അവനെ കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. സാറിന് എന്താ അന്വേഷിക്കാൻ മടിയാണോ? അതോ ഞങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഹലോ മാഡം, പരാതിക്കാരുടെ ആവലാതികൾ പരിഹരിക്കാനാ ഞങ്ങൾ ഈ യൂണിഫോം ഇവിടെ ഇരിക്കുന്നത്. അതിനിടയ്ക്ക് പല ചോദ്യങ്ങളും ചോദിച്ചെന്നിരിക്കും. ചില തോന്നലുകൾ പറയുകയും ചെയ്യും. അതൊക്കെ കേസിന് തുമ്പുണ്ടാക്കാൻ വേണ്ടിയാ. അത് മനസ്സിലാക്കി പോലീസിനോട് സഹകരിക്കുക വേണ്ടത്. പിന്നെ പരാതിക്കെപ്പോഴും 2 വശം ഉണ്ടാവും. മറ്റേ വശത്തെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അതുപോലെ സ്വന്തം മക്കൾ എല്ലാവർക്കും സത്യസന്ധരും നന്മയുള്ളവരുമായിരിക്കും. പുറത്തുള്ളവർക്കേ കൃത്യമായ ചിത്രം അറിയാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നത് മാത്രം അന്വേഷിച്ചാൽ മതി, ഇന്നതങ്ങ് വിട്ടേക്കുക എന്നൊന്നും പരാതിക്കാർ പറയാൻ പാടില്ല. അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വേണോ തീരുമാനിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. ഋഷിക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതും അന്വേഷിക്കും. മാഡം സമാധാനമായിട്ടിരിക്കണം. 2 ദിവസത്തിനുള്ളിൽ കാര്യങ്ങൾക്കൊരു വ്യക്തത കിട്ടും. ഉറപ്പായും ഞങ്ങൾ മകനെ അന്വേഷിച്ച് കണ്ടുപിടിക്കും. സർ, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഒരമ്മയുടെ വിഷമം എനിക്ക് ഊഹിക്കാൻ പറ്റും. ഞങ്ങൾ മുൻവിധി ഒന്നുമില്ലാതെ തന്നെ അന്വേഷിക്കും. പരിഹാരം ഉണ്ടാവും. മാഡം ഇപ്പൊ പൊക്കോളൂ. ഓക്കെ സർ. ആ എന്നാ ശരി, തിരക്കാണെങ്കിൽ ചേച്ചി പിന്നെ വിളിച്ചാ മതി. വെക്കല്ലേ. കട്ട് ചെയ്തമ്മേ. നമ്മുടെ സൗകര്യത്തിന് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കാനേ. അമ്മയുടെ മോളിപ്പോഴും പഴയ നന്ദുന്റെ ഭാര്യ മാത്രമല്ല, സ്ഥലം MLA യാ. 100 കൂട്ടം കാര്യങ്ങൾക്ക് ഓടി നടക്കുക. എന്നാലും എന്നോട് 2 വാക്ക് സംസാരിക്കാൻ അവക്ക് നേരെയില്ലാതായോ? അമ്മേ, DYSP വിളിക്കുന്നു പറഞ്ഞ ഫോൺ വെച്ച്. ആ ഋഷിയുടെ കാര്യത്തിന് എന്തോ ആണ്. എന്നാൽ ആ പയ്യനത് എവിടെ പോയതാണാവോ? ആ അതെന്തോ ആവട്ടെ, നമുക്കെന്താ? അത് റോങ് ആട്ടോ. നമുക്ക് പ്രശ്നമുണ്ടമ്മേ. എന്ത് പ്രശ്നം? ഏത് സാഹചര്യത്തിലാ എങ്ങനെയാ ഋഷിയെ കാണാതായതൊന്നും അറിയില്ല. പക്ഷേ സംശയങ്ങളൊക്കെ വരാൻ പോകുന്നത് ചന്ദ്രോത്തുകാരുടെ നേരെ ആയിരിക്കും. നന്ദേട്ടൻ മുമ്പ് ഋഷിയെ തല്ലിയിട്ടുണ്ട്. ചേച്ചിയും പ്രഭ ആന്റിയും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഋഷിയായും അവന്റെ വീട്ടുകാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുക. അതിന് അവനുമായിട്ട് ആർക്കൊക്കെ ബന്ധം കാണും? അവൻ എവിടെയോ പോയി എന്ന് കരുതി എല്ലാവരും ഉത്തരം പറയണോ? അതൊന്നും എനിക്കറിയില്ല. ആൾക്കാർ പല രീതിയിൽ കഥകൾ ഇറക്കിന്നിരിക്കും. കഥാപാത്രങ്ങൾ ചേച്ചി ഉൾപ്പെടെ ഉള്ളവരാകും. ആ ആൾക്കാർ ചുമ്മാ സംശയിക്കുന്നെങ്കിൽ സംശയിക്കട്ടെ. പക്ഷേ ദേവിക ഇപ്പൊ MLA അല്ലേ? അതുകൊണ്ട് വെറുതെ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരാൻ പേടിക്കും. ചേച്ചി MLA ആയതുകൊണ്ട് അമ്മ ആരോപണങ്ങൾ കൊണ്ടുവരാൻ കൂടുതൽ എളുപ്പം. ജനശ്രദ്ധ എളുപ്പം കിട്ടുമല്ലോ. പേടിക്കാൻ പറഞ്ഞതല്ല, ചന്ദ്രോത്തുകാരൊന്ന് ശ്രദ്ധിക്കണം. ആരുടേത്? അത് റോങ് നമ്പറാ. ഗൾഫിൽ നിന്ന് തെറ്റി വിളിക്കുന്നതാ. ആരാ? നവീനാണോ? ആ യെസ്, യു ആർ കറക്റ്റ്. അപ്പൊ റോങ് ആരാണെന്ന് നമുക്കറിയാം. മാധവേട്ട, ചന്ദ്രോത്ത് ആ പൂജാരിയെ കൊണ്ട് ഇവളെ ഒന്ന് നോക്കിക്കായിരുന്നു. എവിടെയോ എന്താ തകരാറുണ്ട് ഇവൾക്ക്. അത് നേരാ. ഈ പെണ്ണിനെ ഞാൻ ഡോ മാധവ, ഏതോ നൂറ്റാണ്ടില്ല. എനിക്കെന്താ തലയ്ക്ക് സുഖമില്ലേ? അല്ലമ്മേ, ഈ ചന്ദ്രോത്തുകാര് ഏത് നൂറ്റാണ്ടിലാ ജീവിക്കുന്നേ? ഒരു പൂജാരിയെ കൊണ്ട് വന്നിരിക്കുന്നു. മീരയുടെ ആത്മാവ് വന്ന് ആവേശിക്കുന്നു, തിരുമേനി വന്ന് തളയ്ക്കുന്നു. അവിടെ നടക്കുന്ന സംഭവങ്ങൾ എഴുതി ഒരു മാസിക അയച്ചാലേ ഏറ്റവും നല്ല കോമഡിക്കുള്ള സമ്മാനം കിട്ടും. ശരി, നോക്ക്. വിശ്വാസങ്ങളെ ആക്ഷേപിച്ചാൽ അനുഭവം കിട്ടും കേട്ടോ. എന്തായാലും പൂജ കഴിഞ്ഞപ്പോ നന്ദന്റെ അസുഖം ഭേദായോ? അത് പറ.
തന്നെ ഇല്ലേ? ദേ അച്ഛൻ തന്നെ. അച്ഛൻ ആ കിളി പോയി നടന്ന ദിവസങ്ങളൊക്കെ ഓർമ്മയില്ലേ? അച്ഛൻ മറന്നോ? ഇതെന്ത് കൂത്താടോ താൻ കാണിക്കുന്നത്? തുണി ഉരുടോ. നീ ആ പുഷ്പവല്ലിയല്ലേ? ഏത് പുഷ്പവല്ലി? മാളിയേക്കലെ പരമേശ്വരന്റെ രണ്ടാമത്തെ മോള്. നിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞോ? അതെന്താ ഈ വഴി പാട്ടും പാടി നടന്ന ഏതോ ഒരു ആത്മാവ് അച്ഛനെ ഒന്ന് അനുമോദിക്കാന്ന് പറഞ്ഞ് വന്ന് കേറിയതാണോ? സത്യം പറഞ്ഞ ഭൂമിയിൽ ജീവിച്ചു പോയ ആത്മാക്കള് വിദേശത്ത് വല്ലതും പോയി ചുറ്റിയടിക്കാനേ നോക്കൂ. അല്ലെങ്കിൽ പരലോകത്ത് കമ്പനിയോടി ഹാപ്പി ആയിട്ട് ജീവിക്കും. വീണ്ടും തലവേദന കേസ് കെട്ടുമായി ഭൂമിയിലോട്ട് എന്തായാലും വരില്ല. ഈ പെണ്ണിന്റെ കാര്യം ദേ മാധവേട്ട, ഇവൾക്കിപ്പൊ തീരെ ദൈവവിശ്വാസം ഇല്ലാതായിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ചെയ്തില്ലെങ്കിലേ പെണ്ണ് കയ്യിന്ന് പോവും കേട്ടോ. വേറെ ഒന്നും പറയാനില്ല. താങ്ക്സ്. ആ നേരിട്ട് കാണാം. ഓക്കെ ബൈ. എടാ നന്ദ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ കെവിൻ പറഞ്ഞത് ചെയ്യൂന്ന്? എടാ എന്ത് വില കൊടുത്ത് നിന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞാൽ രക്ഷിക്കുക തന്നെ ചെയ്യും. നീ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്നപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ടെൻഷൻ അടിക്കണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. ഇപ്പൊ ഹാപ്പി അല്ലേ? എന്ത് ആ ദേ ഇനി ഇങ്ങനെ ഡള്ളായിരുന്ന മോന്തക്കെട്ടി ചവിട്ടും ഞാൻ ഓക്കേടാ. ഒന്ന് ഉഷാറാവടാ. ദേ നമുക്കിനി ഒന്നും പേടിക്കണ്ട. നിന്റെ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചവന്റെ ഭീഷണി ഇനി ഉണ്ടാവില്ല. നോക്ക്, DYSP പറഞ്ഞേ പേടിക്കണ്ട, പൊക്കോളെ. കെവിനെ, എടാ ആരാ നമുക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തത്? അപ്പൊ നിന്നാ പോരെ മച്ചാ, കുഴിയണ്ടെന്ന് എന്തിനാ? എടാ നീ എന്താണ് നിന്റെ കൂട്ടുകാരനെ കുറിച്ച് വിചാരിച്ചേ? ദേ ഞാൻ ഒരു തടവ് சொன்னா 100 തടവ് சொன்ன മതിരി. പഴയ നാടൻ രീതിയിൽ പറഞ്ഞാ നിന്റെ ദേഹത്തൊന്നും തൊടണമെങ്കിൽ ആദ്യം എന്നെ കൊല്ലണം. ഓ സമാധാനമായി. അവസാനം നീ ഒന്ന് ചിരിച്ചല്ലോ. അരുന്ധതിമടുത്ത് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നി. എന്തിന്? മോനെ നേരവണ്ണം വളർത്തിയില്ലെങ്കിലേ ഇങ്ങനെ ഇരിക്കും. ഇപ്പോ നിന്റെ കൈ കൊണ്ടല്ലെങ്കിൽ വേറൊരാള് ഋഷി തീർത്തനെ. ഇനി നീ ഋഷിയെ കുറിച്ച് ചിന്തിക്കേ വേണ്ട. DYSP നമുക്ക് വാക്ക് തന്നല്ലേ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന്. എന്നാലും ആരുടെ ഇങ്ങനെ ഒരു കൊലക്കേസിൽ ഇടപെട്ട് നമ്മളെ ഈസി ആയിട്ട് രക്ഷപ്പെടുത്തിയേ? അതാരാണെന്ന് നിനക്കറിയണം? പറയാം. ഹായ് ദേവിക. ഹായ് കെവിൻ. പതറിപ്പോവരുത്, കൂളായിട്ട് ഹാൻഡിൽ ചെയ്യണം. ചെല്ലടാ ചെല്ല്. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെന്താ നന്ദു? അച്ഛൻ നന്ദുവിനെ എങ്ങോട്ടാ അയച്ചേ? പറ. ഞാൻ പറയാം, വീട്ടിൽ വന്നിട്ട് പറയാം. വേണ്ട, ഇവിടെ വെച്ച് തന്നെ പറയണം. ഞാനും നന്ദു അല്ലാതെ ഇവിടെയുള്ള രണ്ടുപേരും നന്ദുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാ. ഒരാള് ബിസിനസ് പാർട്ട്ണർ, മുരളേട്ടൻ പണ്ടേ ഉള്ള കൂട്ടുകാരൻ. ഇവരും കേക്കട്ടെ. പറ, എന്താ നന്ദുവിന് പറ്റിയത്? അല്ല ദേവി, അത് അച്ഛൻ നന്ദുവിനോട് എവിടെയും പോവാൻ പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? എന്താ നന്ദ, പാവം ദേവിക ആകെ അമ്പരന്ന് നിൽക്കായിരുന്നു. നീ എവിടെയെങ്കിലും മാറി നിൽക്കായിരുന്നോ? എന്താ നന്ദു? കാര്യങ്ങൾ ഞാൻ പറയാം ദേവിക. നന്ദൻ കുറച്ചു ദിവസമായിട്ട് അല്പം വറീഡായിരുന്നല്ലോ. അതിന്റെ കാരണം എന്തെന്നറിയോ? എന്താ കെവിൻ, നിങ്ങൾ എവിടെയായിരുന്നു?
ഓഫീസിൽ നന്ദന്റെ കയ്യിൽ നിന്ന് പരിചയക്കുറവ് കൊണ്ടൊരു പിഴവ് സംഭവിച്ചു. അതിന്റെ പേരിൽ കമ്പനിക്ക് മോശമില്ലാത്തൊരു നഷ്ടം സംഭവിച്ചു. ഈശ്വര, ആ അത് ശരി. അപ്പൊ ദേവിക്കും ടെൻഷനായോ? ദേവിക, നന്ദൻ മനഃപൂർവ്വം വരുത്തിയ തെറ്റല്ല. കമ്പനിയെ ഉയരത്തിലെത്തിക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നവനാ നന്ദൻ. അങ്ങനെയുള്ളൊരു കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് വന്നൊരു നഷ്ടം, അതിന് എത്ര വലുതാണെങ്കിലും ശരി, ഞാനതങ്ങ് സഹിക്കും. ഇതും അങ്ങനെ തന്നെ ദേവിക. ഞാനേ ആ നഷ്ടം അങ്ങ് എഴുതി തള്ളു. എനിക്ക് വലുത് സൗഹൃദമാണ്. പക്ഷേ അതെ, യവന് കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. യവൻ കാരണം എനിക്ക് നഷ്ടം വന്നു എന്ന് പറഞ്ഞേ വിഷമിക്കുക. അതിന്റെ പരിഭവ യവനിപ്പം കാണിക്കുന്നതും നേരത്തെ കാണിച്ചു കൂട്ടിയതും. നന്ദ, ഇത്രയൊരു സഹകരണം കാണിക്കുന്ന കൂട്ടുകാരനുള്ളപ്പോ നീ എന്തിനാണ് വിഷമിക്കുന്നത്? കെവിൻ, സത്യം പറഞ്ഞ കെവിനോട് എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. ഇത്രയും സഹകരണം കാണിക്കുന്ന, സാമ്പത്തിക നഷ്ടം പോലും കണക്കാക്കാത്ത ഒരു കൂട്ടുകാരൻ അത്ര എളുപ്പം ആർക്കും കിട്ടില്ല. പിന്നല്ലാതെ. എന്തായാലും മീരയുടെ ആത്മാവെന്നൊക്കെ പറഞ്ഞ് പൂജ ചെയ്തത് വെറുതെ. എന്താതെ ഇനിയും ചുമ്മാ വിഷമം അഭിനയിച്ച് ഉറക്കം തൂങ്ങി നിന്ന നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുവേ? അതെ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. നീ വാ, നമുക്ക് പോവാം. നന്ദ കൂടെ ചെല്ല്. ദേവിക, അച്ഛൻ പറഞ്ഞിട്ട് ദൂരെ നിൽക്കുകയാണെന്ന് പറഞ്ഞ കാര്യം വെച്ച് എവനെ കളിയാക്കിയെ കുറ്റപ്പെടുത്തിയൊന്നും വേണ്ട. നന്ദ നീ ചെല്ല്. സത്യം പറഞ്ഞ എനിക്കിപ്പോഴും ഒരു ആശ്വാസമായത്. കെവിനെ, ഞാൻ പൊയ്ക്കോട്ടെ? ശരിയടാ. ഇനി നാളെ സമയം നോക്കണ്ട. നീ വാ, വാ ദേവിക. കെവിൻ, ശരി ശരി. ഉണ്ട്, ത്യാഗരാജനും കൂടെ ഉണ്ട്. ശരി മാഡം. മാഡം എപ്പോ എത്തും? ആണോ? പോയ കാര്യം എന്തായി? വന്നിട്ട് പറയാമെന്ന്. അല്ല, നന്ദന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? മന്ത്രവാദത്തോടെ പ്രശ്നങ്ങളൊക്കെ മാറിയോ? മാറി. ഞാൻ പറഞ്ഞല്ലോ, കുറച്ചൊക്കെ ഭേദമുണ്ടെന്നാണ് കേൾക്കുന്നത്. അതായത് മീര ഇപ്പൊ ശരീരത്തിൽ നിന്ന് ഇറങ്ങി, പക്ഷേ പരിസരം വിട്ട് പോയി കാണില്ല. അല്ല, CP എന്തിനാ ഈ നന്ദനെ കുറിച്ചും മന്ത്രവാദത്തെ കുറിച്ചൊക്കെ ഈ ചോദിക്കുന്നത്? വെറുതെ ചോദിച്ചതാ. ആത്മാക്കളെ കുറിച്ച് ഇങ്ങനെ വെറുതെ ചോദിക്കാൻ പാടില്ല. സത്യം, ഞാനിപ്പോ ആത്മാക്കളുടെ കാര്യങ്ങൾ അരച്ച് കലക്കി കുടിച്ചിട്ടുണ്ട്. തനിക്കറിയോ, ജീവിച്ചിരിക്കുമ്പോൾ പുരുഷനാണ് ശക്തനെങ്കിൽ മരണാനന്തരം സ്ത്രീകൾക്കാണ് ബലം. ഇപ്പൊ തന്നെ രാത്രി ഇന്ന സ്ഥലത്ത് ദിവാകരന്റെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പേടി തോന്നുന്നു? ഇല്ല. പക്ഷേ അവിടെ ജാനകിയുടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞാലോ പേടിക്കും. പിന്നെ ഈ സ്ത്രീ പ്രേതങ്ങൾ പാട്ടുപാടും, പക്ഷേ പുരുഷ പ്രേതങ്ങൾ പാട്ടുപാടുന്നത് കേട്ടിട്ടില്ല. പാടിയാലും കേൾക്കുന്നവർക്ക് ചിരിയായിരിക്കും വരിക. മേഡം വന്നു. ഇനി തന്റെ പ്രേത കഥയൊന്നും വേണ്ട. എന്തായി മാഡം? ഡിവൈഎസ്പി എന്ത് പറഞ്ഞു? അന്വേഷണം ഏത് ദിശയിലാ? അന്വേഷണം നടക്കുന്നുണ്ടെന്നാ പറയുന്നേ.
പക്ഷെ പരാതി കൊടുക്കാൻ പോയപ്പോ ഉണ്ടായിരുന്നൊരു സഹകരണം ഇന്ന് അയാൾ കാണിച്ചില്ല. അതങ്ങനെ വിട്ട പറ്റില്ല മാഡം. രാധാകൃഷ്ണൻ മിനിസ്റ്ററെ കൊണ്ടൊന്ന് വിളിച്ച് വിരട്ടിപ്പിക്കാം. PDF-ന്റെ ശക്തി നമുക്ക് അറിയിച്ചു കൊടുക്കാം. ഒന്നും വേണ്ട. എന്റെ അനുമതിയില്ലാതെ ചാടിക്കേറി ഒന്നും ചെയ്യണ്ട. ആ, അവിടെ വെച്ച് ഞാൻ നന്ദനെ കണ്ടു. നന്ദന്റെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു, അവന്റെ ഒരു ഫ്രണ്ട്. ഡിവൈഎസ്പി ഓഫീസിലാണോ മാഡം? ഞാൻ അകത്തേക്ക് പോകുമ്പോ അവര് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. അല്ല, നന്ദനിപ്പോ എന്തിനാ അവിടെ വന്നേ? ഞാൻ ഡിവൈഎസ്പിയോട് ചോദിച്ചു. ഏതോ വാഹനാപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെന്നാ പോലീസ് പറഞ്ഞത്. പക്ഷെ പോലീസ് പറയുന്നതില് എന്തൊക്കെയൊരു മിസ്സിംഗ് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ മോൻ എവിടെയാ പോയേക്കുന്നേ? അവന് വഴക്കു പറഞ്ഞ ദേഷ്യത്തില് എന്നോട് പിണങ്ങി നിൽക്കുകയാണോ? അതോ എന്തെങ്കിലും അസുഖമോ അപകടമോ എന്തെങ്കിലും പറ്റിയതായിരിക്കോ? ആശുപത്രിയിലായിരിക്കോ? മാഡം വിഷമിക്കണ്ട. ഋഷി ജീവനോടെ തന്നെ ഉണ്ടാവും. മരിക്കാനുള്ള സാധ്യത ഒന്നുമില്ല. മാഡം, നീ എന്താ പറഞ്ഞേ? അല്ല, എന്റെ മോൻ മരിച്ചു കാണില്ലെന്നോ? അയ്യോ അല്ല, നിനക്കതൊക്കെ നിസ്സാരാണല്ലോ. അല്ല അങ്ങനെയല്ല മാഡം. മാഡം, അയ്യോ മാഡം മാഡം വേണ്ട. എന്താണോ ത്യാഗരാജ, എല്ലില്ലാത്ത നാവ് കൊണ്ട് എന്ത് വിളിച്ച് പറയാമെന്നാണോ? ഋഷിക്ക് ജന്മം കൊടുത്തവളാ ഞാൻ. പിന്നെ മരണക്കടക്കയിൽ വെച്ച് ജീവനും കൊടുത്തു. എന്റെ മനസ്സും ശരീരമൊക്കെ എന്റെ മോന്റെ ആരോഗ്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചവളാ ഞാൻ. കോമയിൽ കിടക്കുമ്പോ അവന്റെ വിരലൊന്ന് അനങ്ങിയ, കണ്ണൊന്ന് ചിമ്മുമ്പോ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക്. അവന്റെ ശരീരം ഒന്ന് പോറിയാ പോലും സഹിക്കാൻ പറ്റില്ല എനിക്ക്. ആ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്ന നിന്നുണ്ടല്ലോ. വേണ്ട മാഡം വേണ്ട. ഇനിയോ ആ വാ തുറന്നാ എന്റെ കൈന്റെ ചൂട് ശരിക്കും അറിയൂ നീ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചുമ്മാതങ്ങ് വിളിച്ച് പറയാമോ ത്യാഗരാജ? മര്യാദയ്ക്ക് നടന്നില്ലെങ്കിലേ പ്രേതങ്ങളല്ല മനുഷ്യന്മാരെ ആക്രമിക്കുന്നേ. ത്യാഗരാജ, നന്ദ, പറ്റിയത് കയ്യബദ്ധം. അത് പരിഹരിക്കാമെന്ന് കെവിൻ പറഞ്ഞല്ലോ. ഇനി ഇങ്ങനെ ഡള്ളായിട്ടിരിക്കരുത്, കേട്ടോടാ. എന്നാ ദേവിയോട് പറ ഇനി പ്രശ്നമൊന്നുമില്ലാന്ന്. ദേവി, ഞാൻ ഓക്കെയാണ്. ദേവിക വിളിച്ചപ്പോ നീ ഒരു കാര്യം സങ്കല്പിച്ചുണ്ടാക്കി പറഞ്ഞതാണെന്നും അപ്പോഴത്തെ ഒരു ടെൻഷനിലാണെന്നും മനസ്സിലായി. അതിനെക്കുറിച്ചൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല. നീ പക്ഷേ സന്തോഷത്തോടെ ഇരിക്കണം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. സത്യമാണല്ലോ? ഇനി മുഖമൊക്കെ വാടി ഒതുങ്ങിയിരിക്കില്ലല്ലോ? ഇല്ല. മോളെ, ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ. നന്ദൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഇനി വല്ലായ്മയൊന്നും കാണിക്കില്ലാന്ന്. നന്ദു ഹാപ്പി ആയിരിക്കണമെന്നേ എനിക്ക് ആഗ്രഹമുള്ളൂ അച്ഛാ. നന്ദു
കെവിന് ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പറയേ, നമുക്കത് എങ്ങനെയെങ്കിലും വീട്ടാം. നമ്മൾ കാരണം കെവിന് ഒരു പ്രയാസം വരാൻ പാടില്ലല്ലോ. കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിപ്പിക്കുന്നു അല്ലേ അച്ഛാ? ആ, ഇനി ആ ഋഷിക്ക് എന്ത് പറ്റിയെന്ന് കൂടി അറിയണം. എന്നാലേ നമ്മുടെ കൈകൾ ശുദ്ധമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. ഡിവൈഎസ്പി അതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിച്ചോളൂ അച്ഛാ. അച്ഛൻ നോക്കിക്കോ, യഥാർത്ഥ പ്രതി വൈകാതെ പിടിയിലാവും. അല്ല, അവൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലല്ലേ പ്രതിയെ പിടിക്കേണ്ട കാര്യമുള്ളൂ. അവൻ യാത്ര പോയിരിക്കുകയാണെങ്കിലോ? അതിനുള്ള സാധ്യത വളരെ കുറവാ അമ്മേ. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് ഋഷിക്ക്.